കാൽമുട്ട് വേദനയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ സംസാരിക്കുന്നത്. ശാസ്തമംഗലം ജോയിന്റ് സൊല്യൂഷൻസ് ക്ലിനിക്കിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പോർട്സ് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ഹരീഷ് ചന്ദ്രനാണ് ഒപ്പമുള്ളത്. സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഈ മുട്ടുവേദന എന്നത് ഏതു പ്രായത്തിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ്. മുട്ടുവേദന എന്ന് നമ്മൾ പൊതുവായി പറയുമെങ്കിലും ഇത് ഏതൊക്കെ രീതിയിലുണ്ട്, ഇതെങ്ങനെയാണ് ഓരോ വേദനയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പറഞ്ഞാൽ ഇപ്പം കുട്ടികളിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും കളിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റുക അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ മുട്ടുവേദന വരാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി പ്രോസസ് വാദസംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുട്ടുവേദന വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ശരിക്കും പറഞ്ഞാൽ ബോണിനകത്തുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മുട്ടുവേദന വരാം. പിന്നെ ട്യൂമർ സംബന്ധമായ ചില ട്യൂമേഴ്സ് ഒക്കെ ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ എല്ലുകളിലുള്ളത്, മുട്ടിന്റെ സ്ഥാനത്തുള്ളത്, അത് വന്നാലും മുട്ടുവേദന വരാം. സോ ഡിഫറെന്റ് ലോട്ട് ഓഫ് റീസൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ മുട്ടുവേദനയ്ക്കുള്ളത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലിനിക്കലി ഐഡന്റിഫൈ ചെയ്ത് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളൊരു ഡിസിഷനിൽ എത്താൻ വേണ്ടിയിട്ട്. ഈ മുട്ടുവേദന എന്ന് ഈ പറയുന്ന പോലെ തന്നെ അത് ഏതെങ്കിലും പ്രായത്തിൽ വരുന്ന വേദനയാണോ? ഏത് തരം വേദനയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? രണ്ട് രീതിയിൽ ഇതിനെ തിരിക്കാം. ഒന്ന്, കുട്ടികളിൽ വരുന്ന സംഭവം. കുട്ടികളുടെ മുട്ടുവേദന കാരണമൊക്കെയാണെങ്കിൽ പല റീസൺസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുട്ടുവേദന വരാം, ബോൺസിന്റെ പെയിൻ വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജുവനൈൽ ആമവാദം, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുണ്ടെങ്കിൽ അതിൽ വരാം. പിന്നുള്ള ധാരാളം മുട്ടുവേദന നമ്മുടെ പ്രാക്ടീസിൽ കാണുന്ന യൂഷ്വലി ഒരു 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ, അതായത് സാധാരണ രീതിയിൽ അവരുടെ ജീവിത രീതി കംപ്ലീറ്റ് നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് നീ പെയിൻസ് ഒക്കെ മുട്ടിൽ വരാം. അപ്പം നമ്മള് തേയ്മാനം എന്നൊക്കെ പറയാം മുട്ടിനകത്ത്. അതാണ് യൂഷ്വലി നീ പെയിൻസ് ഒക്കെ നമ്മൾ 45 ഇയേഴ്സിന് മുകളിലോട്ട് കണ്ടുപോകണം. പ്രത്യേകിച്ച് ലേഡീസിൽ ഹൈ BMI ഇൻഡെക്സ് ആണ്, സോ ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് മുട്ടുവേദന കൂടുതലും ഈ വീട്ടമ്മമാരാണ് പറഞ്ഞു വരുന്നത്? പിന്നെ ഈ ഗർഭിണികളിലും ഒക്കെ കൂടുതലായിട്ട് മുട്ടുവേദന കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു റീസൺ എന്താണ്? പല റീസൺസ് ഉണ്ട് മാഡം. ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഈ ബോഡി മാസ് ഇൻഡെക്സ്, ഓവർ വെയിറ്റ് ഒരു പ്രൈമറി റീസൺ ആണ്. രണ്ട്, ഈ വെയിറ്റ് കാരണം ഉണ്ടാവുന്ന മുട്ടിന്റെ പുറത്തുള്ള ലോഡ് അത് കൂടുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അവർക്ക് പടി കയറാൻ ബുദ്ധിമുട്ട്, പടി ഇറങ്ങാൻ ബുദ്ധിമുട്ട്, കാല് ചമ്മണം പൊട്ടിക്കാൻ ബുദ്ധിമുട്ട്, തറ ഇരുന്നിട്ട് എണീക്കാൻ ബുദ്ധിമുട്ട്, ഇന്ത്യൻ ടോയ്ലറ്റ്സ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്, ഒരേ പൊസിഷനിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ വെറൈറ്റി ഓഫ് റീസൺസ് ഉണ്ട്. അപ്പം പ്രൈമറി ഒരു വെയിറ്റ് ഒരു ഇഷ്യൂ ആണ്. പിന്നെ ചില ആൾക്കാരിൽ ഇപ്പം മെറ്റബോളിക് ആയിട്ടുള്ള ഇഷ്യൂസ് വരാം. ഒരു 45 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക്, മെനോപോസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചെറിയതായാലും ബോണിന്റെ ഡെൻസിറ്റി ശരിക്കും പറഞ്ഞാൽ കുറയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ ബോൺ ഡെൻസിറ്റി കുറയുന്ന സമയത്ത് നമുക്ക് എല്ലുകൾക്ക് വേദന വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ശരി ഡോക്ടർ, ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് മോഹനക്കുട്ടനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ ഓമനക്കുട്ടൻ. ഡോക്ടർ, ഞാൻ കൊട്ടാരക്കര എഴുകോന്ന് വിളിക്കാണ്. ഓമനക്കുട്ടൻ എന്ന പേര്. എനിക്ക് ഞാൻ നടക്കാനൊക്കെ പോകുന്ന വ്യക്തിയാണ്. രാവിലെ 5 മണിക്ക് എണീറ്റ് ഒരു 3/4 മണിക്കൂർ നടക്കുന്നത്. പക്ഷെ കാൽമുട്ടിന് വലിയ വേദനയല്ല, എന്നാലും നടന്നിട്ട് വരുമ്പോൾ ചില ദിവസങ്ങളിൽ മുട്ടിന് എണ്ണയൊക്കെ ഇടുന്നുണ്ട്, മുട്ടിന് ഇങ്ങനെ ഒരു വേദന 2 മുട്ടിനും ഉണ്ട്. എന്ത് പ്രായം? എനിക്ക് 62 വയസ്സ്. ഡെഫിനറ്റ് ആയിട്ട് അതിനകത്ത് പ്രായത്തിനനുസരിച്ചുള്ള ഈ തരുണാസ്ഥിയിലൊക്കെ ചെറിയ തേയ്മാനമൊക്കെ വരുന്നതിന്റെ ഉദ്ദേശമായിരിക്കും. മോസ്റ്റ് പ്രോബ്ലി ചിരട്ടയിൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങളിപ്പം സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്ന ഒരാളായതുകൊണ്ട് നിങ്ങളുടെ മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് ആണ്. പക്ഷെ ഈ തേയ്മാനം, നമ്മൾ ഈ തരുണാസ്ഥി തേഞ്ഞു പോകുന്ന സംഭവം അതൊരു നോർമൽ ആയിട്ടുള്ള റൈറ്റ് പ്രോസസ്സിനകത്തുള്ളൊരു സാധനമാണ്. അപ്പൊ അത് നോർമൽ രീതിയിൽ നമ്മൾ വയസ്സാവുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയുടെ കാർട്ടിലേജും വയസ്സാകും. അപ്പൊ അതിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്ന തേയ്മാനം ഫൈൻഡിങ്സ് ആണ് നിങ്ങൾ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഒക്കേഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഈ മുട്ടുവേനൊക്കെ വരുന്നത്. പടി കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? പടി കയറാനൊന്നും ബുദ്ധിമുട്ടില്ല. അതിന് ശരിക്കും പറഞ്ഞാൽ ക്വാഡ്രിസെപ്സ് എക്സസൈസ് ഒക്കെ ഉണ്ട്. ക്വാഡ്രിസെപ്സ് എക്സസൈസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒഴിഞ്ഞു പോകുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ, വിഷയമൊന്നുമില്ല. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഈ മുട്ട് തേയ്മാനം, ഈ മുട്ടുവേദനയൊക്കെ അതൊരു തേയ്മാനമാണോ എന്നൊക്കെ എങ്ങനെയാണ് തുടക്കത്തിൽ തിരിച്ചറിയാൻ സാധിക്കുക? കാരണം സാധാരണഗതിയിൽ ഏതൊരാളും ചെറിയ വേദന വരുമ്പോൾ എന്തെങ്കിലും കുഴമ്പോ ഓയിൽമെന്റ് ഒക്കെ ഉപയോഗിച്ച് കുറച്ച് നാൾ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇത് തേയ്മാനമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സീരിയസ് രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ആദ്യം നമ്മളൊരു എക്സ്റേ എടുക്കുന്നു. അപ്പൊ നമുക്കൊരു എക്സ്റേ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ട് 4 ഗ്രേഡ് ഉണ്ട്: ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. അപ്പൊ ഈ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഏത് സ്റ്റേജിലാണ്. ഓരോ സ്റ്റേജിനും ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ്. ഇപ്പൊ സ്റ്റേജ് 1 ഉള്ള അസുഖങ്ങളാണെങ്കിൽ അത് എക്സസൈസ് കൊണ്ട് മാത്രം നമുക്ക് മാറ്റാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സ്റ്റേജ് 2 ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും കുറച്ച് എക്സസൈസും കുറച്ച് മരുന്നുകളും കൊണ്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നു.
സ്റ്റേജ് 3 ഇപ്പൊ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ സൈനബിൾ ഫ്ലൂയിഡുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ട്, സിൻഡിസ്ക് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ടു സർട്ടൺ എക്സ്റ്റെന്റ് വിൽ ഹെൽപ്പ് അലോങ് വിത്ത് എക്സസൈസും കാര്യങ്ങളും. സ്റ്റേജ് 4 മാത്രമേ ഉള്ളൂ നമുക്കൊരു സർജിക്കൽ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്, ലൈക് ഈ റീപ്ലേസ്മെന്റ് കൈൻഡ് ഓഫ്. അപ്പം അതിന് എക്സ്റേ ഒരു പ്രൈമറി ഇമ്പോർട്ടൻസ് ആണ്. എക്സ്റേ ഒരു അലൈൻമെന്റ് എക്സ്റേ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏത് സ്റ്റേജിലാണെന്നുള്ളത്. ഈ മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുടെ ആവശ്യം എപ്പോഴാണ് വരുന്നത്? യൂഷ്വലി ഒരു സ്റ്റേജ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസിലാണ് കൂടുതലും ആവശ്യം വരുന്നത്. പിന്നെ അതിനൊരു സ്കോറിംഗ് പാറ്റേൺ ഉണ്ട്, ഓക്സ്ഫോർഡ് നീ സ്കോർ എന്ന സ്കോർ ഉണ്ട്. അതിനകത്ത് നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് ചോദിക്കുന്നത് അവരുടെ ദിനചര്യ ആക്ടിവിറ്റീസിൽ അവർക്ക് എന്തുമാത്രം ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പടി കയറുമ്പോൾ ബുദ്ധിമുട്ട്, പടി ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട്. സ്ത്രീകളൊക്കെ ആണെങ്കിൽ നേരത്തേക്ക് ഇപ്പൊ കിച്ചണിലൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ നിൽക്കുമ്പോൾ മുമ്പ് നിന്നിരുന്നപ്പോ ഇപ്പൊ അത് ബേസിൽ ഒരു അരമണിക്കൂറായിട്ട് കുറയാം, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ഇരിക്കാൻ ബുദ്ധിമുട്ട് വരിക, ഇന്ത്യൻ ടോയ്ലറ്റ്സിലൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ട് വരിക. അതായത് അവരുടെ ലൈഫ് സ്റ്റൈലിനെ അത് ബേസിക്കലി ബാധിക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ പെയിൻ ഇല്ലാത്തൊരു ദിവസവും ഇല്ല, എല്ലാ ദിവസവും എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ച് നടക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഒരു അലൈൻമെന്റ് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ഈ നീ റീപ്ലേസ്മെന്റ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യും. അത് എക്സ്റേക്ക് അത് വളരെ എവിഡന്റ് ആയിരിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ഒരു കോളും കൂടിയുണ്ട്, ജിനിയാണ്. സംശയം ചോദിച്ചോളൂ. കോള് കട്ടായി. ഡോക്ടർ, ഈ ശസ്ത്രക്രിയ, കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്ര നാള് വിശ്രമ ജീവിതം വേണ്ടിവരും? നോർമലായിട്ട് ഹോസ്പിറ്റലിന്റെ ഒരു പ്രോട്ടോകോൾ ഒരു 7 days ആണ്. 7 ദിവസം, 5 to 7 days. 5 to 7 daysനകത്ത് നമ്മൾ പേഷ്യന്റിനെ ആംബുലേറ്റ് ചെയ്ത്, അതായത് എണീറ്റ് നടത്തി ഒന്ന് വാഷ്റൂമിലൊക്കെ പോകാനുള്ള ഒരു ഇൻഡിപെൻഡൻസ് ബേസിക്കലി ഒരു 7 daysനകത്ത് നമ്മളത് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പോടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഗോൾ സ്പെസിഫിക് ഫിസിയോമാണ് നമ്മൾ ചെയ്തു പോകുന്നത്, നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് അങ്ങനെയാണ്. യൂഷ്വലി നമ്മൾ പറഞ്ഞൊരു 15 സിറ്റിംഗ് ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ട് നമ്മൾ വീട്ടിൽ തെറാപ്പി പ്രോഗ്രസ് ചെയ്യും. അത് ഗോൾ സ്പെസിഫിക് എന്ന് പറയാൻ കാരണം ഇപ്പൊ 3ാമത്തെ ആഴ്ച നമ്മൾ കിച്ചണിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പേഷ്യന്റിനെ മൊബിലൈസ് ചെയ്യും. കമ്മ്യൂണിറ്റി ആംബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരുടെയും സഹായം ഇല്ലാതെ ശരിക്കും ഒന്ന് നടന്ന് പോവുക, ബസ്സിൽ കയറുക, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ യൂഷ്വലി 3 months. നന്നായിട്ട് റീഹാബ് എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിസിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 3 months ആകുമ്പോൾ they are independent. വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്, ട്രെഡ്മില്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നടക്കാൻ പോകുന്ന ആക്ടിവിറ്റീസ് ആൾക്കാരുണ്ട്. പോസിബിൾ. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഈ എന്തൊക്കെ അഡ്വൈസ് ആണ് സാധാരണ കൊടുക്കാറ്? ഇപ്പോൾ ഈ ഭാരമുള്ള കാര്യങ്ങൾ അവർക്ക്, അത്തരം പ്രവൃത്തികൾക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ ഈ പറയുന്ന കായിക താരങ്ങളിലൊക്കെ ഇത്തരം കാൽമുട്ട് പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അവരിലൊക്കെ എങ്ങനെയാണ് ഈ ചികിത്സ? എത്ര കാലത്തിന് ശേഷം ഇവർക്ക് ആ ഒരു പഴയ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യാൻ സാധിക്കും? ഇപ്പോ ജീവിക്കുന്ന ഒരു എറയില് നമ്മള് ഈ ജെൻഡർ സ്പെസിഫിക് നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജെൻഡർ സ്പെസിഫിക് നീ എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിന്റെ അതേ മെഷർമെന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ അതേ സൈസിനനുസരിച്ചുള്ള ഒരു ഇംപ്ലാന്റ് ബേസിക്കലി നമുക്ക് ജനറേറ്റ് ചെയ്ത് നമുക്ക് ആ മുട്ടിന് കൊടുക്കാൻ പറ്റും. അത്രയും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജീസ് ഇപ്പൊ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോ റോബോട്ടിക്സ് ഉണ്ട്. ഇപ്പം റോബോട്ടിക്സ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഐഡന്റിഫൈസ് എത്ര കറക്റ്റ് ആയിട്ട് ഏതൊക്കെ പീസ് ഓഫ് ബോൺ റിമൂവ് ചെയ്യണം, എത്ര പെർഫെക്ഷനിൽ റിമൂവ് ചെയ്യണം. സോ സയൻസ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈലി സക്സസ്ഫുൾ ആണ്. അപ്പം ഈ പേഷ്യൻസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പെയിനും വെച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ഹാവ് സൊല്യൂഷൻസ്. മുമ്പ് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പം യു ആർ ലിവിംഗ് ഇൻ 2022. സോ ഓപ്ഷൻസ് കൂടുതലാണ്. ഇഷ്ടംപോലെ രീതികളുണ്ട് ചെയ്യുന്നതും. ടെക്നീക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംപ്ലാന്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെയ്യുന്ന ഒരു സെറ്റപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഒക്കെ വളരെ നല്ലതാണ്. 2 കാൽമുട്ടിലും ഒരേ സമയം ശസ്ത്രക്രിയ സാധ്യമാണോ? അതിനകത്ത് ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ട്. ഈ 2 കാൽമുട്ടും ഒരു യങ്ങർ പോപ്പുലേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. യങ്ങർ പോപ്പുലേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു 65 yearsന് താഴെയുള്ള ഒരു പോപ്പുലേഷനിൽ വലിയ കാര്യമായിട്ട് വേറെ അസുഖങ്ങളൊന്നുമില്ല. ഇപ്പം ഹൈപ്പർ ടെൻഷൻ ഇല്ല, അല്ലെങ്കിൽ ഡയബറ്റീസ് ഇല്ല, അല്ലെങ്കിൽ അണ്ടർ കൺട്രോളിലാണ്, നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, ഒരു പ്രൊളോങ്ഡ് അനസ്തീസിയ ടൈം അവരെ കൊള്ളാൻ പറ്റും എന്നൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ യൂഷ്വലി എന്റെ പ്രാക്ടീസിൽ ഞാൻ 65 yearsന് മുകളിലാണെങ്കിൽ ഞാനത് സ്റ്റാഗേർഡ് ആയിട്ട് ചെയ്യുള്ളൂ. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മുട്ട് ചെയ്യുക, ഒരു 3-4 മാസം കഴിയുമ്പോൾ അടുത്ത മുട്ട് ചെയ്യും. അപ്പം അതിനകത്തൊരു ക്ലിയർ കട്ട് ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പം അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് തന്നെ പോകും. ശരി, ഒരു കോളും കൂടിയുണ്ട്. സ്മിതയാണ്. സ്മിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ സ്മിത. ഞാൻ കുട്ടികളുടെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. 2 മാസമായ എന്റെ മോന്, അവന് കാലിൽ നീര് വന്നു. ഇപ്പൊ ആർത്രൈറ്റിസ് ആണെന്നാണ് പറഞ്ഞത്. 2 മാസം എന്നാണ് പറഞ്ഞേ? അതെ. ആരെങ്കിലും പീഡിയാട്രിഷ്യനെ ആരെങ്കിലും കാണിച്ചോ?
ഡോക്ടറെ ആരെങ്കിലും കാണിച്ചു? കാണിച്ചു. അപ്പോ സെപ്റ്റിക് ആർത്തറിറ്റിസ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോഴും ആന്റിബയോട്ടിക് 6 വീക്ക് എടുത്തു. അതായത് മുട്ടിലെ നീര് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. വേദനയൊന്നുമില്ല. അവര് ഇപ്പോ MRI സ്കാൻ സെപ്റ്റിക് ആർത്രൈറ്റിസ് ജോയിന്റിനകത്ത് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പം അത് ശരിക്കും ആന്റിബയോട്ടിക് കൊടുത്ത് ഇൻഫെക്ഷൻ റിസോൾവ് ചെയ്ത് നമ്മൾ കുട്ടി വളരുന്ന അനുസരിച്ച് നമ്മൾ ആ ജോയിന്റിനെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. കാരണം ചില സമയത്ത് ചില കുട്ടികളിൽ ഇൻഫെക്ഷൻ വന്നാൽ ആ ജോയിന്റിന്റെ കോൺഗ്രുവിറ്റി, അതായത് ശരിക്കും പറഞ്ഞാൽ ജോയിന്റിന്റെ ആ ഒരു ഫോർമേഷനിൽ ചെറിയ ഡീഫോർമിറ്റീസ് ഒക്കെ വരാം. അപ്പോൾ അത് റെഗുലർ ആയിട്ട് നിങ്ങൾ എക്സ്റേസ് ഒക്കെ എടുത്ത് നോക്കി അത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ട ഒരു കേസാണ്. നീര് ഓവർ പീരീഡ് ഓഫ് ടൈം കുറച്ച് കഴിയുമ്പോൾ നീരൊക്കെ മാറും. ബട്ട് ഇത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് പോകണം. ശരി, ഒരു കോളും കൂടിയുണ്ട്. പാലക്കാട് നിന്ന് ശാന്തിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ. പറയണം മാഡം. സാർ ഇത് അമ്മനെ കൊടുക്ക. ഹലോ. പറയണം. കാല് മുട്ടും കാലം നല്ല വേദനയാണ്, മടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ. അടുത്തുള്ള ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ? കാണിച്ചു. ഇന്ന് രാവിലെ പെട്ടെന്ന് ഇളകിയതാണ്. ഇന്ന് വർക്കിന് പോവാണേ. അപ്പൊ അടുത്തുള്ള ഓർത്തോ ഡോക്ടേഴ്സിനെ ആരെങ്കിലും ഒന്ന് കാണിച്ച് എന്താണെന്നുള്ള എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം. ഓ, അങ്ങനെയുണ്ടല്ലേ? എടുത്ത് നോക്കണം എന്താണ് കാരണം എന്നുള്ളത് നോക്കിയല്ലേ മനസ്സിലാവുള്ളൂ. അത് നോക്കി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി മരുന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സബ്സൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അടുത്തുള്ള ഒരു ഓർത്തോ ഡോക്ടറെ ആരെങ്കിലും കാണിക്കും. ഡോക്ടർ, ഒരു കോളും കൂടിയുണ്ട്. വൈക്കത്ത് നിറയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറയണം. എനിക്ക് ഇടത് കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്. സന്ധിവാദം ഉണ്ട് എനിക്ക്. അതിന് ഞാൻ റൊമറ്റോളജിയുടെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന. ഇപ്പൊ കാലിന്റെ മുട്ട് സ്റ്റെപ്പ് കയറാനും താഴത്തിരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സന്ധിവാദം വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം വെച്ച് കഴിഞ്ഞാല് അത് ഈ മുട്ടിന്റെ ഒരു മേളിലൊരു ഒറയുണ്ട്, സൈനോവിയം. അതിനെയാണ് ഈ അസുഖം ബാധിക്കുന്നത്. അപ്പൊ അത് പ്രൊലോങ്ഡ്. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഒരു കോളും കൂടിയുണ്ട്. കോഴിക്കോട് നിന്ന് ശ്രീജയാണ്. ശ്രീജ, ഡോക്ടറോട് ചോദിച്ചോളൂ. സർ, ഞാൻ മോന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹലോ, കേൾക്കാൻ പറ്റും മാഡം, പറയൂ. ഞാൻ മോന് 24 വയസ്സായി. അവൻ PhD ചെയ്യാണ് ബാംഗ്ലൂർ. അവന് കാലിന്റെ 2 മുട്ടിനും ചിരട്ടേന്റെ ഉള്ളിൽ നിന്ന് ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് അവന് ഭയങ്കര തരിപ്പാണ്. അത്ര ഒരു ഷോക്ക് അടിച്ച പ്രതീതിയാണ്. ഈ മോസ്റ്റ് പ്രോബ്ലി കോൺട്രോമലേഷ്യ പെറ്റല എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ചിരട്ടയുടെ അടിയിലുള്ള തരുണാസ്ഥിയിൽ ചെറിയ ചെറിയ തോതിൽ ഡാമേജ് വരിക. അത് ഈ മസിലിന്റെ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. ആ മസിലിന്റെ ഫോഴ്സസ് കറക്റ്റ് അല്ലെങ്കിൽ ഈ ചിരട്ട ഒരു സൈഡിലുള്ള തൊടയുടെ എല്ലുമായിട്ട് കയറി ഒരയും. അപ്പൊ ഈ ഒരയാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് തരുണാസ്ഥിയിൽ ചെറിയ തോതിൽ കുറച്ച് ഡാമേജ് വരും. അത് ഞരമ്പുകളുടെ അതിനകത്ത് തന്നെ ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട്. അപ്പൊ അത് എക്സ്പോസ്ഡ് ആവും. എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോഴാണ് ഈ വേദന വരുന്നത്. അപ്പൊ അതിന് ശരിക്കും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഒക്കെയാണ്. കല്ലായി നിന്ന് ഒരു കോളും കൂടിയുണ്ട്. സെമീറ, ചോദിച്ചോളൂ. എനിക്ക് 6 മാസമായി മുട്ടുവേദന തുടങ്ങിയിട്ട്. ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. 1 മാസം ഗുളിക കഴിക്കാൻ പറഞ്ഞ്, പിന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ട് എക്സ്റേ എടുത്തിട്ടില്ല. എന്ത് പ്രായമായി ഇപ്പോ? 44 വയസ്സ്. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു എക്സ്റേ എടുത്ത് നോക്കണം. ഒരു മുട്ടിന്റെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് ബോണിന്റെ ഡെൻസിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കണം. നിങ്ങൾക്ക് 45 ഇയേഴ്സ് അടുക്കാറായില്ലേ, അപ്പൊ ഡെൻസിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കണം. അതിനകത്ത് ശരിക്കും ജോയിന്റ് സ്പേസ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. വെറുതെ മുട്ടുവേദന എന്ന് പറഞ്ഞ് മരുന്ന് മാത്രം വാങ്ങിച്ച് കഴിച്ചിട്ട് കാര്യമില്ല. അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ലൈഫ് ലോങ് മൊത്തം മരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എക്സ്റേ എടുത്ത് നോക്കി ആ അടുത്ത ഡോക്ടറെ കാണിച്ച് അയാൾ അതിന് പറയുന്ന ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ചെയ്ത് അതിനനുസരിച്ച് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി ഡോക്ടർ, നീ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താണ് ഇതിനുള്ള കാരണം? നീ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിനകത്തുള്ള തരുണാസ്ഥി ശരിക്കും പറഞ്ഞാൽ കാർട്ടിലേജിൽ കംപ്ലീറ്റ് ആയിട്ട് തേയ്മാനം വരിക. അപ്പൊ ആ തേയ്മാനം വന്നു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മുട്ടിനകത്ത് ഇൻഫ്ലമേഷൻ വരാം, മുട്ടിനകത്ത് ജോയിന്റിനകത്ത് ഇൻഫ്ലമേഷൻ വരാം. ഇതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, ഇപ്പൊ നമുക്ക് ചെറുപ്പത്തിലെ എവിടെയെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് പറ്റി, ഒരു ഇഞ്ചുറി പറ്റി,
അത് ആ സമയത്ത് തരുണാസ്ഥിയിൽ ചെറിയൊരു ഡാമേജ് വന്നു, അന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും കറക്റ്റ് എടുത്തില്ല. അത് പ്രോഗ്രസ് ചെയ്ത് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേഡീസിൽ ഹെവി ഒബീസ് ലേഡീസിൽ ശരിക്കും പറഞ്ഞാൽ പ്രായം കൂടുന്നതനുസരിച്ച് മുട്ടിന്റെ പുറത്ത് ലോഡ് കൂടി കഴിയുമ്പോഴത്തേക്ക് നീ ആർത്രൈറ്റിസിലേക്ക് ചെന്ന് അവസാനിക്കാം. അല്ലെങ്കിൽ ഈ സന്ധിവാദം, ഇപ്പൊ ഈ ആമവാദം എന്ന് പറയുന്ന കണ്ടീഷൻ, അപ്പൊ അത് വരികയാണെങ്കിലും അത് ആ ജോയിന്റിന്റെ ഒറയെ ബാധിച്ചിട്ട് സൈനോവിയത്തിനെ ബാധിച്ചിട്ട് അതിരുന്ന് പതുക്കെ 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 ആ തരുണാസ്ഥി കംപ്ലീറ്റ് ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട് നീ ആർത്രൈറ്റിസിന്. അപ്പം അതൊരു നീ ആർത്രൈറ്റിസ് ഒരു ടേം ആണ്. അതിൽ ആർത്രൈറ്റിസിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കുറേതാണ്. അപ്പൊ അത് ഏത് ഫാക്ടറാണ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ആ അസുഖത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ്? നീ ആർത്രൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ 4 ഗ്രേഡ് ഉണ്ട് യൂഷ്വലി ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 2 ഉണ്ട്, ഗ്രേഡ് 3 ഉണ്ട്, ഗ്രേഡ് 4 ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇൻഫെക്ഷനെ ആദ്യം ട്രീറ്റ് ചെയ്യണം. ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആർത്രൈറ്റിസിന് നമുക്ക് ശരിക്കും പറഞ്ഞ അതിന്റെ ഒരു പ്രോഗ്രസിനെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റൂ. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് ശരിക്കും പറഞ്ഞാൽ പ്രായമായത് കൊണ്ട് മുട്ടിനകത്ത് വരുന്ന തേയ്മാനം, അതിന് ഞാൻ പറഞ്ഞു 4 ഗ്രേഡ്സ് ഉണ്ട്. അപ്പൊ ഓരോ ഗ്രേഡിൽ ചില സമയത്ത് ചില ആൾക്കാർക്ക് എക്സസൈസ് മാത്രം മതിയാവും, ചില ആൾക്കാർക്ക് കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതായത് തറയിലിരിക്കാൻ പാടില്ല, പടി കയറാൻ പാടില്ല, പടി ഇറങ്ങുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് കുറയ്ക്കണം, ബോഡി വെയിറ്റ് കുറച്ച് കുറയ്ക്കുക. അപ്പൊ അങ്ങനെ കുറെ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾട്ടർ ചെയ്ത് കൊടുക്കും. ചില ആൾക്കാരാണ് ഈ നീ റീപ്ലേസ്മെന്റ്സിലേക്ക് ചെന്ന് അവസാനിക്കുന്നത്. കുറച്ചൊരു അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസ് സെറ്റപ്പിനകത്താണ്. സന്ധിവാദമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഡിഫറെന്റ് ആയിട്ട് റൊമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിസ്റ്റിനെയോ കണ്ട് ബേസിക്കലി ആ സന്ധിവാദത്തിനുള്ള ഏത് വാദമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് ആമവാദമാണോ അതോ സീറോ നെഗറ്റീവ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ, അതിന്റെ സോറിയാസിസ് ആണോ, ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൂടെ എടുത്താൽ മാത്രമേ ആ അസുഖത്തിന്റെ ഒരു പ്രോഗ്രഷനെ നമുക്ക് ഹോൾട്ട് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ജോയിന്റിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യും. ഈ അപകടങ്ങളിലൊക്കെ പെട്ട് മുട്ടിന്റെ ചിരട്ട തെന്നിമാർഗ ഒക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉടനടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാഥമിക ശുശ്രൂഷ എങ്ങനെയാണ് ആ പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ? യൂഷ്വലി ഈ ചിരട്ട തന്നെ പോവാന്ന് പറയുന്നത് ഒരു 10 years and 20 years ഇടയ്ക്കാണ് നമ്മൾ കൂടുതലും കാണുന്നത്, സെക്കൻഡ് ഡീക്കേഡിൽ. അപ്പൊ അത് ആ സമയത്തുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും അവർ കൂടുതലും മറ്റ് കാൻഡിഡേറ്റ്സിനേക്കാളും അവരുടെ ജോയിന്റ്സ് എല്ലാം ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. അവർക്ക് ലിഗമെന്റ് ലാക്സിറ്റീസ് കൂടുതലാണ്, എല്ലാ ലിഗമെന്റ്സും ലാക്സ് ആയിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ ചിരട്ട തന്നെ പോവുക, തോൾ ഇളകുക, ഇങ്ങനത്തെ ഉള്ള സിംറ്റംസും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഒരു സിനാരിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നീ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പറ്റ്ല ഡിസ്ലൊക്കേഷൻ വരികയാണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം. റെഡ്യൂസ് ചെയ്ത് നമ്മളൊരു ബ്രേസ് പോലത്തെ ഒരു സാധനത്തിലിട്ട് നമ്മളൊരു 6 weeks ഒക്കെ കഴിയുമ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്ത് പേഷ്യന്റ് ബാക്ക് ടു നോർമൽ. ഫസ്റ്റ് എപ്പിസോഡ് ഡിസ്ലൊക്കേഷൻസിലൊന്നും നമ്മളൊന്നും ചെയ്യാറൊന്നുമില്ല യൂഷ്വലി. സബ്സിക്വന്റ് ഡിസ്ലൊക്കേഷൻസ് കൂടിക്കഴിഞ്ഞാൽ, അതായത് പറയുന്നത് യൂഷ്വലി ഒരു 20 വയസ്സിന് താഴെയുള്ള ഒരു കാൻഡിഡേറ്റില് ഒരു പ്രാവശ്യം ഡിസ്ലൊക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് റീഡിസ്ലൊക്കേഷൻ 85% ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ പേഷ്യന്റിനെ അവയർനെസ് പറഞ്ഞ് ഇതാണ് അസുഖം എന്ന് പറഞ്ഞ് അസുഖത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അടുത്ത് പറയണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ആ എക്സസൈസ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് എപ്പിസോഡ് അവോയ്ഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം അത് വരുന്ന സബ്സിക്വന്റ് റിക്കറന്റ് ഡിസ്ലൊക്കേഷൻസ് വരികയാണെങ്കിൽ അതിനിപ്പോൾ കീ ഹോൾ ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഒക്കെ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവരാണ്, ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ പറയുന്ന മുട്ടുവേദനയൊക്കെ സാധാരണഗതിയിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ചെറിയ എക്സസൈസ് അത് എന്ത് ചെയ്യണം അങ്ങനെയുള്ള ആളുകൾക്ക് ആ വേദനയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ക്വാഡ്രിസെപ്സ് എക്സസൈസ് ആണ് നമ്മൾ കൂടുതലും പറയുന്നത്. വീട്ടിലിരുന്ന് ഒരു സെഡൻറ്ററി ആയിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ക്വാഡ്രിസെപ്സ് മസിൽസ്, അതായത് തൊടയുടെ മസിൽ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എക്സസൈസ് പാറ്റേൺ അവർ ഫോളോ ചെയ്യണം. സിമ്പിൾ എക്സാമ്പിൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ മുട്ടിന്റെ അടിയിൽ ഒരു തലയണ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ് റോൾ ചെയ്ത് വെച്ച് ആ മുട്ട് കൊണ്ട് ആ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ആ തലയണയുടെ പുറത്തൊന്ന് പ്രസ് ചെയ്യുക, ചെറിയൊരു ഐസോമെട്രിക് കോൺട്രാക്ഷൻ കൊടുക്കുക. ആ കോൺട്രാക്ഷൻ കൊടുത്ത് ഒരു 10 വരെ കൗണ്ട് ചെയ്യുക, വിടുക ഒരു സെറ്റ്. അതുപോലൊരു 3 സെറ്റ് 4 സെറ്റ് 5 സെറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടൈമിംഗ്. പക്ഷെ അത് ചെയ്യാം. അതൊരു സിമ്പിൾ എക്സസൈസ് ആണ്. അത് ക്വാഡ്രിസെപ്സ് എക്സസൈസ് എന്നാണ് പറയുന്നത്. ഇതുപോലെ BMO എക്സസൈസ് ഉണ്ട്, ഹാംസ്ട്രിങ് സ്ട്രെച്ചിങ്, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഓൺലൈൻ വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ യോഗ ബേസ്ഡ് എക്സസൈസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ചിങ് എക്സസൈസ് പ്രോഗ്രാംസ് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ശരി, ഒരു കോളും കൂടിയുണ്ട്. കോഴിക്കോട് നിന്ന് റുക്സാനയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പറയണം. എന്റെ കാലിന് മുട്ടിന് ഭയങ്കര വീക്കാണ്, വേദനയാണ്.
എന്ത് പ്രായം കാലിന് ഞാന് ഭയങ്കര വീക്കാണ് ആദ്യം വന്നത്. കാല് മുട്ടിന് നല്ല വീക്കുണ്ട്, നീര് മാതിരി വീക്കാണ്. അല്ല, എന്ത് പ്രായം ഇപ്പൊ? 40 വയസ്സ്. വെറുതെ വീക്കം വന്നാണോ? അല്ലല്ല, ഞാൻ വീട്ടിൽ ജോലി ചെയ്യണ ആളാ. അല്ല, ഞാൻ പറഞ്ഞത് വെറുതെ ഇരുന്നപ്പോ തന്നെ വീക്കം വന്നാണോ, അത് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അത് കാരണം വീക്കം വന്നാണോ? അല്ലല്ല, വെറുതെ ഇരുന്നിട്ടൊന്നല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ ദിനചര്യ ആക്ടിവിറ്റീസ് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? പടി കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? പടി കയറാൻ കഴിയില്ല. രാവിലെ കിടന്നാൽ എണീക്കാൻ കഴിയൂല. ഒരു ഭാഗത്ത് ഇരുന്നാല് എണീക്കുമ്പോ ഭയങ്കര വേദന. ഇത് തന്നെയാണ് ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഒരു കോൺട്രോമലേഷ്യ പെറ്റല പോലത്തെ ഒരു സിനാരിയോ ആണ്. ചിരട്ട ശരിക്കും പറഞ്ഞാൽ പോയി മുട്ടിൽ പോയി റബ്ബ് ചെയ്യുന്നതാണ്. അതിന്റെയാണ് ഈ നീര് ഇങ്ങനെ തന്നെ മുട്ടിനകത്ത് കിടക്കുന്നത്. അപ്പൊ അതിന് ഞാൻ കുറച്ചു നേരം മുമ്പ് ഒരു എക്സസൈസ് പറഞ്ഞിരുന്നു. ആ എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്തു പോകുന്ന ആൾക്കാരിൽ വലിയ വിഷയങ്ങളൊന്നും വരാറില്ല. അത് കറക്റ്റ് ആയിട്ട് ചെയ്തു പോകും. ക്വാഡ്രിസെപ്സ് എക്സസൈസ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ, ഓർത്തോ ഡോക്ടറെ ആരെങ്കിലും കാണിക്കാം. അവരൊരു എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അവർ ആ എക്സസൈസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ എക്സസൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേദനയൊക്കെ പോകും, ആ നീരും പോകും. ശരി, ഒരു കോളും കൂടി ഉണ്ട്. കോട്ടയത്ത് നിന്ന് അഖിലാണ്, ചോദിച്ചോളൂ. ഹലോ, പറയൂ അഖിൽ. സാറേ, എന്റെ കാല് കുറച്ചുനാൾ മുമ്പൊന്ന് ചെറുതായിട്ട് വെയിറ്റ് എടുത്ത സമയത്തെ ഒന്ന് മുട്ടുചാട്ടം തെന്നുന്ന പോലെ ആയിരുന്നേ. അപ്പം പിന്നെ നമ്മള് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇതുവരെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് എടുക്കുന്ന സമയത്തൊക്കെ തെന്നി മാറുന്ന ഒരു പ്രവണത എപ്പോഴും, അത് തീരുന്നില്ല. ഒരു ചിരട്ട തെന്നുന്നതായിട്ടാണോ തോന്നുന്നത്, മുട്ട് വീക്കായിട്ടാണോ തോന്നുന്നത്? മുട്ടിന് ചെറിയൊരു നീര് പോലെ ഉണ്ട്. നല്ല വെയിറ്റ് എടുക്കുകയും കുറെ നടയൊക്കെ കയറുവാണെങ്കിൽ നല്ല കാല് നീര് വെക്കും നന്നായിട്ട്. എന്ത് പ്രായം നിങ്ങൾക്കിപ്പോ? എനിക്കിപ്പം 32 വയസ്സുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, ശരിക്കും പറഞ്ഞാൽ ചിരട്ട, കുറച്ചു നേരം ഞാൻ പറഞ്ഞ പോലെ ചിരട്ട ലാക്സ് ആണെന്നുള്ളത് നോക്കണം. അങ്ങനെ ആണെങ്കിൽ അത് എക്സാമിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ പറ്റും. രണ്ട്, മുട്ടിനകത്തുള്ള ലിഗമെന്റ് ചിലപ്പോൾ ലാക്സ് ആണെങ്കിലും കാൽ ഇങ്ങനെ സ്ലിപ്പ് ആവുന്ന പോലെ ഒരു ഫീല് വരാം. അപ്പൊ അത് ഈ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് മുട്ടിന്റെ പുറത്ത് ലോഡ് കൂടുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ഷേക്കും ഒരു മൂവ്മെന്റ് ഒക്കെ കാലിനകത്ത് വരാൻ പറ്റും. നിങ്ങളത് അടുത്തുള്ള ഡോക്ടറെ കണ്ടെന്ന് എക്സാമിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്താണ് പ്രശ്നം. ശരി ഡോക്ടർ, ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി അത് എപ്പോഴാണ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? ഓക്കെ, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ശരിക്കും പറഞ്ഞാല് ഒരു മസിൽ ടെൻഡൻ യൂണിറ്റ് ഞാൻ പറയുന്നത് ഒരു മസിൽ ഇഞ്ചുറി അല്ലെങ്കിൽ മസിലും ബോണും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ആണ് ടെൻഡൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതിലൊക്കെയാണ് കൂടുതലും എഫക്റ്റീവ് ആയിട്ട് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. അതായത് നമ്മൾ ഈ PRP ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ മസിൽ ടെൻഡൻ യൂണിറ്റ്സ്, ഫോർ എക്സാമ്പിൾ ടെന്നീസ് എൽബോ, പ്ലാന്റർ ഫേഷ്യാറ്റിസ്, ഇങ്ങനെ കുറെ അസുഖമുണ്ട്. അപ്പം അതിനൊക്കെ ഗോൾഫേഴ്സ് എൽബോ, അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ PRP എഫക്റ്റീവ് ആണ്. മുട്ടിനകത്ത് തേയ്മാനത്തിന് ശരിക്കും പറഞ്ഞാൽ PRP എഫക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഗ്രാജുവേറ്റ് നമുക്കൊരു പേപ്പർ കാണിക്കുക സെയിങ് ദാറ്റ് ഇത് ഫുള്ളി ട്രീറ്റബിൾ ആണെന്ന് കാണിക്കുന്നത്, അങ്ങനത്തെ പേപ്പേഴ്സ് ഒന്നും ഇല്ല. ടു എ സർട്ടൻ എക്സ്റ്റെന്റ് മുട്ടിന്റെ വേദന ഒരു സർട്ടൻ എക്സ്റ്റെന്റ് വരെ അത് കുറയ്ക്കും. സോ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ PRP ഇഞ്ചക്ഷൻ ഉപയോഗിക്കാം. ഈ അസുഖം മാറാൻ PRP ഇഞ്ചക്ഷൻ ഉപയോഗിക്കണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഒന്നുമില്ല. സോ എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. അതിപ്പോ ആളുകൾ സാധാരണഗതിയിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ടോ? ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും നമുക്ക് അതിനൊരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ഒരു എവിഡൻസ് വേണം. അതായത് അത് ചെടുത്തു കഴിഞ്ഞാൽ ശരിക്കും മുട്ടിന്റെ തേയ്മാനത്തിന് ഭയങ്കര നല്ലതാണോ. അപ്പം അങ്ങനത്തെ ഒരു എവിഡൻസ് ബേസ്ഡ് പേപ്പർ ഒന്നും ഇതുവരെ ശരിക്കും നമ്മുടെ ജേർണൽസിലൊന്നും വന്നിട്ടില്ല. അപ്പം ഇപ്പോഴും ഈ PRP ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇപ്പൊ ഷോൾഡറിൽ എടുക്കുന്ന ആൾക്കാരുണ്ട്, കുഴപ്പമില്ല, ഷോൾഡറിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ ടെന്നീസ് എൽബോ സിനാരിയിൽ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടെൻഡു അക്വിലിസ് ഇഞ്ചുറി വരുമ്പോൾ അതിനകത്ത് ചെയ്യാം. പക്ഷേ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനകത്ത് എടുക്കുന്ന ആൾക്കാരുണ്ട്, അത് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് എന്തുമാത്രം എഫക്റ്റീവ് ആണെന്നുള്ള സംഭവം എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പേപ്പേഴ്സ് ഒന്നും. ഈ മുട്ടുവേദനയൊക്കെ വരാതെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും? അങ്ങനെ ഒരു വേദന വരാതിരിക്കാനുള്ള ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും? ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഏഷ്യൻ പോപ്പുലേഷനിലാണ് കൂടുതലും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഭയങ്കര കോമൺ ആയിട്ട് വരുന്നത്. ബിക്കോസ് നമ്മുടെ കൂടുതലും ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം ഫ്ലോർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ആണ്. ഇപ്പം അത് റിലീജിയൻ ബേസ്ഡ് ആണെങ്കിലും എവറിത്തിങ് ഇസ് ഓൺ ദ ഫ്ലോർ. നമ്മുടെ പ്രേയിങ് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം. സോ ക്രോസ് ലെഗ് സിറ്റിംഗ്, നമ്മൾ മുട്ടുമടക്കി ഇരിക്കുകയാണെങ്കിൽ മുട്ടിന്റെ പുറത്തുള്ള ലോഡ് ഓൾമോസ്റ്റ് 150 ടൈംസ് ഹയർ. സോ ഡെഫിനറ്റ് ആയിട്ട് അതിനകത്ത് സർട്ടൻ എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഒക്കെ വരാം. സോ നമ്മൾ എപ്പോഴും പേഷ്യൻസിനോട് പറയുന്നത് ഒന്ന് ക്രോസ് ലെഗ് സിറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫ്ലോർ സിറ്റിംഗ് ആക്ടിവിറ്റീസ് കഴിയുക, അവോയ്ഡ് ചെയ്യുക. പടി കയറില് പടി ഇറങ്ങില്ല, അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറയ്ക്കാം.
ഇന്ത്യൻ ടോയ്ലറ്റ്സ് പാടെ ഉപേക്ഷിക്കുക, യൂറോപ്യൻ ടോയ്ലറ്റ്സ് മാത്രം ഉപയോഗിക്കുക. ഒരേ പൊസിഷനിൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് നടന്നിട്ട് തിരിച്ചു വന്നിരിക്കുക. നടക്കാൻ പോവുകയാണെങ്കിലും ഒരു 45 minutes to 1 hour ഓൺ എ ലെവൽ സർഫേസ്, ഒരു വിഷയമില്ല. ബോഡി വെയിറ്റ് അധികം കൂടാതിരിക്കുക. ലോങ്ങർ ഡ്രൈവ്സ് എന്തെങ്കിലും പോകുമ്പോഴത്തേക്ക് കുറച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോവുക. ആൻഡ് എക്സസൈസ് ഒക്കെ ചെയ്ത് ബേസിക്കലി മസിൽ മാസ് ഒക്കെ ബിൽഡ് ചെയ്ത് കീപ് യുവർ സെൽഫ് ഹെൽത്തി. ശരി ഡോക്ടർ, നമ്മുടെ സമയം അവസാനിക്കാറായി. കാൽമുട്ട് വേദനയെക്കുറിച്ചും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഡോക്ടർ ഹരീഷ് ചന്ദ്ര മറുപടി നൽകിയത്. നന്ദി ഡോക്ടർ ക്യൂവിൽ പങ്കെടുത്തതിന്. താങ്ക് യു മാഡം. താങ്ക് യു ഡോക്ടർ ക്യൂ. ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.